ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയോ ക്ലാസിക്കൽ ഏജിൽ വരുന്ന അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചിട്ടാണ്. ജോൺ ഡ്രൈഡനെ കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണണേ. അലക്സാണ്ടർ പോപ്പ്, ഹി ഈസ് എ ഗ്രേറ്റസ്റ്റ് സറ്റാറിസ്റ്റ് ഓഫ് 18th century and he is regarded as the representative poet of 18th century. ഇയാൾക്ക് ഇടയ്ക്ക് വെച്ച് ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഹാർഡ് വർക്ക് ഡിവോഷനിലൂടെയൊക്കെ ഒരു ഹൈ പൊസിഷൻ അച്ചീവ് ചെയ്ത സറ്റാറിസ്റ്റാണ് അലക്സാണ്ടർ പോപ്പ്. ഹിസ് പോയറ്റിക് കരിയർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 periods. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് പാസ്റ്ററൽ ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം, ദി റേപ്പ് ഓഫ് ദി ലോക്ക്. ദി പാസ്റ്ററൽ ഷോർട്ട് ഫോമാണ്. അത് സമ്മർ, സ്പ്രിംഗ്, ഓട്ടം, വിൻ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം അയാളുടെ ഫസ്റ്റ് മേജർ പോമാണ്. അത് 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ലിമിറ്റ് ഓഫ് നോളജ്. രണ്ടാമത്തത്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്രിട്ടിക് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് റൈറ്റിംഗ് എന്നും. മൂന്നാമത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിട്ടിക്സ് ആൻഡ് പോയറ്റ്സ്. ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന വർക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹീ ഫോളോഡ് ക്ലാസിക്കൽ ട്രഡീഷൻ ഫോളോ ചെയ്ത വർക്ക്സുകൾ എഴുതിയ ആളാണ് പോപ്പ്. ആൻഡ് അക്കോർഡിംഗ് ടു പോപ്പ്, ക്രിറ്റിസിസത്തിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ട്രൂ ടേസ്റ്റ് ആയിരിക്കണം, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം, ഗൈഡഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ഏൻഷ്യൻ. ഇങ്ങനെയൊക്കെയാണ് അയാൾ ക്രിറ്റിസിസത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി പോപ്പിൻ്റെ ഒരു ക്രിട്ടിക്കൽ തിയറി നമുക്ക് നോക്കാം. ബി ഹോമേഴ്സ് വർക്ക്സ് യുവർ സ്റ്റഡി ആൻഡ് ഡിലൈറ്റ്, റീഡ് ദം ബൈ ഡേ ആൻഡ് മെഡിറ്റേറ്റ് ബൈ നൈറ്റ്. ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഗ്രേറ്റ് ക്രിട്ടിക് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് റൈറ്റർ ആകാൻ പറ്റുന്നത് ഈ 2 റിക്വയർമെൻറ്റ്സിലൂടെയാണ്. ഹോമറിൻ്റെ വർക്ക് നമ്മളെ പഠിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അത് നമ്മളെന്നും വായിക്കുക, അത് മെഡിറ്റേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഒരു ഗ്രേറ്റ് ക്രിട്ടിക് ആകാം. ക്രിട്ടിക് മാത്രമല്ല, അതുവഴി നമുക്കൊരു ഗ്രേറ്റ് റൈറ്റർ കൂടി ആകാം എന്നാണ് പോപ്പ് പറയുന്നത്. ആൻഡ് പോപ്പ് സെയ്സ് ആസ് ടു ഫോളോ അരിസ്റ്റോട്ടിൽ, ഹൊറൈസ്, ലോഗിനസ്. ഇവരെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പോപ്പ് പറയുന്നുണ്ട്. ആൻഡ് he called Longinus as the first romantic critic. ഇനി പോപ്പ് പറയുന്നത്, ക്രിറ്റിസിസം ഈസ് നോട്ട് ദി ആർട്ട് ഓഫ് ജഡ്ജിങ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ജഡ്ജിങ്ങിൻ്റെ ഒരു ആർട്ട് അല്ല. ഓക്കെ, ദെൻ എ ക്രിട്ടിക് ഈസ് ബോൺ ടു ജഡ്ജ്. ഒരു ക്രിട്ടിക് ജനിക്കുന്ന എന്തിനാണ്? ഓരോ കാര്യത്തിനെയും ജഡ്ജ് ചെയ്യാനാണ്. ബട്ട് ആസ് എ പോയറ്റ് ഈസ് ടു ബോൺ ടു റൈറ്റ്. ഒരു പോയറ്റ് എന്തിനാ ജന്മം കൊള്ളുന്നത്? എഴുതാൻ. ഇങ്ങനെയാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പോപ്സ് വ്യൂ ഓൺ പോയട്രി എന്താണെന്ന് നോക്കാം. പോപ്സ് എസ്സേ ഓൺ ക്രിറ്റിസിസം മേക്ക് എ ഫ്യൂ ഒബ്സർവേഷൻസ് ഓൺ പോയട്രി. പോയട്രിയിൽ ഒരുപാട് ഒബ്സർവേഷൻസ് ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു വർക്കിന് ശേഷമാണ്. ആൻഡ് ദി പോയറ്റ് ഓഫ് ദി ടൈം വെ എക്സ്പെക്റ്റഡ് ടു ബി വിറ്റി. ആ സമയത്ത് ഒരുപാട് ഇൻ്റലിജൻസ് ഒക്കെ ചേർത്ത് എഴുതുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത് പോയറ്റ്സ്. ദി ഒബ്സർവേഷൻ ഓൺ ദി ചോയ്സ് ഓഫ് വർക്ക്സ് ഇൻ ദേ ഷുഡ് നെയ്തർ ടു ന്യൂ നോ ടു ഓൾഡ്. അതിൽ പോപ്പ് പറയുന്നത്, ഒരു പോയട്രിയിൽ ഒരു പോയറ്റ് എഴുതുമ്പോൾ വേർഡ്സുകൾ ഒരിക്കലും ഒരുപാട് പുതിയതുമാകാൻ പാടില്ല, എന്നാൽ ഒരുപാട് പഴയതുമാകാൻ പാടില്ല. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഒരുപാട് പൊങ്ങച്ചം നിറഞ്ഞ വേർഡ്സ് ഒന്നും ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല പോയട്രിയിൽ എന്നൊക്കെയാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ വേഴ്സിഫിക്കേഷൻ പോപ്പ് ഹിഡൻ ലൈക്ക് ഓപ്പൺ വവൽസ് ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഒരുപാട് സ്റ്റൈൽസ് കൊണ്ടുവരുന്നത്, റൈം സ്കീംസ്, സിലബിൾ, ചീപ്പ് മ്യൂസിക്കൽ ഡിവൈസസ് ഒക്കെ കൊണ്ടുവരുന്നതൊന്നും പോപ്പിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൻഡ് ഇൻ വേഴ്സിഫിക്കേഷൻ ഷുഡ് ബി സ്മൂത്ത്, സ്ലോ ആൻഡ് നോട്ട് ടു ഹാർഷ് ആൻഡ് സ്വീറ്റ്. ഇങ്ങനെയൊക്കെയാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് വ്യൂ ഓൺ പോയട്രി ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ആൻഡ് അലക്സാണ്ടർ പോപ്സ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലാസിസിസം ഈസ് എവിഡൻറ്റ് ഇൻ ഹിസ് ലിറ്റററി ഇൻഫ്ലുവൻസസ്, satirical approaches, philosophical exploration and refined style.
and his work not only reflects the classical ideas of his time but also contribute significantly to the development of English literature. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൽ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന ഒരു നിയോ ക്ലാസിക്കൽ റൈറ്ററാണ് അലക്സാണ്ടർ പോപ്പ്. താങ്ക് യു.